ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. ഇപ്പം മാവ് നല്ല പോലെ പുളിച്ച് വരുന്നുണ്ട് കേട്ടോ. ഡേ ടൈം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് മാവ് നല്ല പോലെ പുളിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തോടെ തന്നെ കുക്കറിൽ അരി ഇട്ട് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ചെറുപയർ വേവിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഇഡലി ഉണ്ടാക്കണത്. അങ്ങനെ ഇഡലിക്കുള്ളതൊക്കെ ആക്കി വെച്ചു. അതിനുശേഷം തനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് സ്കൂളിലേക്ക് ഇന്ന് ചെറുപയറും അതേപോലെ തന്നെ അതിൽ ശർക്കര ഇട്ടിട്ടുള്ളത് മതിയെന്ന്. അതായത് അവൾ ഉദ്ദേശിച്ച സുഖിയനാണ്, അത് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചെറുപയർ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഉപ്പേരിയാക്കുകയും ചെയ്യാം, അവൾക്ക് സ്കൂളിലേക്ക് സുഖിയനാക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ശർക്കര ചീകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നാളികേരവും അതേപോലെ തന്നെ ജീരകവും അങ്ങനെയൊന്നും ചേർക്കണില്ല കേട്ടോ. കാരണം ചിലപ്പോൾ അത് ചേർത്തുണ്ട് വെച്ചാൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അവൾക്ക്. ചെറുപയറും അതേപോലെ തന്നെ ശർക്കരയും ചെറിയ ബോൾസ് ആക്കിയിട്ട് മാവിൽ മുക്കിയിട്ട് ഓരോന്ന് വറുത്തെടുത്തു കേട്ടോ. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. ദോശ ഇഡലിയോ എന്താ വെച്ചാൽ അതാണ് കൊടുക്കാറ്. ലഞ്ച് ബോക്സിൽ മാത്രമാണ് ഇങ്ങനെ കൊടുത്തു വിടുന്നത് കേട്ടോ. അങ്ങനെ സുഖീൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇഡലിക്ക് കാസറോളിലേക്ക് മാറ്റി അതിനുശേഷം തനുവിൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആക്കിയിട്ട് തനുവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തനുവിനെ സ്കൂളിൽ കൊടുന്ന് ബാക്കി വന്നതിന് ശേഷമാണ് കേട്ടോ ബാക്കി ഞാൻ ഇഡലിക്ക് വേണ്ടി ചട്നി അരയ്ക്കുന്നതും അതേപോലെ തന്നെ ബാക്കി കറിയുടെ പരിപാടിയും ചോറിൻ്റെ പരിപാടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. ഇതാണ് കേട്ടോ കാലത്ത് ഒരു 6:30 തൊട്ടിട്ട് 7:30 വരെയുള്ള എൻ്റെ പരിപാടികൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.